രോഗം അള്ളാഹുവിന്റെ പ്രകൃതി നിയമമാണ്. മനുഷ്യൻ ഈ ലോകത്ത് ജീവിതം ആരംഭിച്ച അന്ന് മുതൽ ആരോഗ്യം പോലെ തന്നെ രോഗവും അവന്റെ കൂടെയുണ്ട്. മനുഷ്യ ശരീരം ഈ ലോകത്ത് നിലനിൽക്കുന്ന കാലത്തോളം രോഗവും ഉണ്ടാകും. അത് അള്ളാഹു നിശ്ചയിച്ച ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ക്ഷമിച്ചാൽ നമുക്ക് ലഭിക്കാനുള്ള വലിയ ഒരു അവാർഡ് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നതാണ്. രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതെന്നെ അള്ളാഹു വെറുത്തത് കൊണ്ടോ എന്നോട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ല, മറിച്ച് അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മറദിൻ ഔ വജഇൻ യുസീബുൽ മുഅ്മിന ഇല്ലാ കാന കഫാറത്തൻ ലിദംബിഹി ഹത്ത ശൗക. ഏതൊരു രോഗമാകട്ടെ വേദനയാകട്ടെ ഒരു മുഅ്മിനെ ബാധിച്ചാൽ അത് അയാളുടെ പാപങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ്, പാപങ്ങൾക്ക് പൊറുക്കാനുള്ള കാരണമാണ്, ഒരു മുള്ളു തറക്കുന്നത് പോലും. മറ്റൊരു ഹദീസിൽ അയാളുടെ പദവി അള്ളാഹു അത് മുഖേന ഉയർത്തുമെന്നും പാപങ്ങൾ പൊറുക്കുമെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാമിൻ മുസ്ലിം യുശാഖു ബിശൗകത്തിൻ ഫമാ ഫൗഖഹ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നു എന്നാൽ പോലും, അല്ലെങ്കിൽ അതിന് മീതെയുള്ള എന്തെങ്കിലും ഒരു വിഷമം അയാൾക്കുണ്ടാകുന്നു, എന്നാൽ അള്ളാഹു അത് മുഖേന അയാളുടെ പദവിയെ ഉയർത്തുകയും വഹത്ത അൻഹു ബിഹാ ഖതീഅ, അവനും ഒരു പാപത്തെ മായ്ച്ചു കളയുകയും ചെയ്യുന്നു. അപ്പൊ എന്തൊരു രോഗം നമുക്കോ നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും വന്നാൽ ഈ ഒരു വിശ്വാസം നമ്മൾ ഒരിക്കലും കൈവിട്ടു പോകരുത്. പക്ഷേ രോഗം കുറച്ചു കാലം ദീർഘിക്കുകയും അല്പം കഠിനമാവുകയും ഒക്കെ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള അശുഭ ചിന്തകളും പിശാച് നമുക്ക് ഇട്ടുതരാൻ തുടങ്ങും. നീ എത്ര നിസ്കരിക്കുന്ന ആളാണ്, നീ എത്ര നോമ്പെടുത്തിട്ടുണ്ട്, നീ എത്ര സദഖ ചെയ്തിട്ടുണ്ട്, നീ ഹജ്ജിന് പോയി, ഉംറക്ക് പോയി, നീ പാവങ്ങളെ സഹായിച്ചു, കുടുംബബന്ധം ചേർത്തി, ഇങ്ങനെയൊക്കെ ചെയ്ത നിനക്കാണല്ലോ ഇത് വന്നത്. എത്ര തമ്മാടികളും താന്തോന്നികളും ഇവിടെ ആരോഗ്യ ദൃഢഗാത്രന്മാരായി ഇവിടെ വിലസി നടക്കുന്നു, നിന്നെ അള്ള കൈവിട്ടതല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇങ്ങനെയുള്ള അശുഭ ചിന്തകൾ ശൈത്താൻ നമ്മുടെ മനസ്സിലിട്ട് തരും. പ്രത്യേകിച്ചും സാധാരണ രോഗങ്ങളെക്കാളേറെ ഈ മാനസിക വിഭ്രാന്തി, അപസ്മാരം, അതുപോലെയുള്ള പകർച്ചവ്യാധി, ഇങ്ങനെയുള്ള രോഗങ്ങളാകുമ്പോൾ പ്രത്യേകിച്ചും ഇത്തരം അശുഭ ചിന്തകൾ വല്ലാതെ വർദ്ധിക്കും. എന്നു മാത്രമല്ല, കുടുംബങ്ങൾ പലരും പറയാൻ തുടങ്ങി, എന്തോ ഒരു ശാപം ഓനെ ഏറ്റിട്ടുണ്ട്, ആരോ ഓനൊന്ന് പിരാഗിയിട്ടുണ്ട്, അത് പറ്റിയതിന് ആരുടെ കുരുത്തക്കേട് തട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പലതും കേൾക്കുമ്പോ എങ്ങനെയെങ്കിലും ഈ രോഗം ഒന്ന് മാറിക്കിട്ടിയാൽ മതി എന്ന ചിന്തയിലേക്ക് മനുഷ്യന്റെ ചിന്ത മാറും. ആ ചിന്താഗതി പിശാചിട്ട് കൊടുക്കുന്നതാണ്. മാത്രമല്ല, ചികിത്സാരംഗത്ത് ഹറാമുകൾ ഒരുപാടുണ്ട്. അപ്പോ കുടുംബക്കാര് മറ്റൊന്ന് പറയാൻ തുടങ്ങി, ഹറാമും ഹലാലും നോക്കി നിന്നാലേ കുട്ടി കൈവിട്ടു പോകട്ടോ, നിങ്ങളെ സെൽഫി ആദർശമൊക്കെ വെച്ചിട്ടേ തൽക്കാലം ഇപ്പൊ കുട്ടിനെ നോക്കിക്കോളിയും, അവിടെ കൊണ്ടുപോയാൽ മതി, ഇവിടെ കൊണ്ടുപോയാൽ മതി, മറ്റോൽക്ക് മാറിയാണ്, ഇവൽക്ക് മാറിയാണ്, അവർ ഏർവാടി കൊണ്ടുപോയിട്ടാ മാറിയത്, മറ്റൊരു മുത്തുപ്പോട്ട കൊണ്ടുപോയിട്ടാ മാറിയത്, മറ്റൊരു ഇവിടെ കൊണ്ടുപോയിട്ടാ മാറിയത്, മറ്റൊരു ഉള്ളാളത്ത് പോയിട്ടാ മാറിയത്. ഇങ്ങനെ പല ആളുകളും പറയാൻ തുടങ്ങും. കുറെ കേൾക്കുമ്പോ എന്നാ ശരി, ഇനിയിപ്പോ അതൊന്ന് നോയിക്കളയാം, തൽക്കാലം ഒന്ന് നമുക്ക് അങ്ങനെ തലയിൽ മുണ്ടിട്ട് അളിയനോ അമ്മോശനോ ആരെങ്കിലൊക്കെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ കൊണ്ടുപോയിക്കോളി, ഞാൻ വരുന്നില്ല, കാരണം ഞാൻ തൗഹീദിന്റെ ആളായി ഇവിടെ അറിയപ്പെട്ട ആളല്ലേ, അവിടെ നിങ്ങൾ കൊണ്ടുപോയിക്കോളി. അങ്ങനെ അങ്ങനെ കുട്ടിയെ കൊണ്ടുപോകുന്നു, അവിടെ മൂലോ ഏലസോ ആയിക്കല്ലോ എന്തോ ആയി കെട്ടുന്നു, അവിടുത്തെ വെള്ളം കൊണ്ടുവരുന്നു, കുടിക്കുന്നു, സുഖമാകുന്നു. ഇപ്പൊ കണ്ടോ കുടുംബക്കാരൊക്കെ പറയാൻ തുടങ്ങി, ഞങ്ങൾ പറഞ്ഞില്ലേ. ഇങ്ങനെയാണ് പലയിടത്തും സംഭവിക്കുന്നത്. വാസ്തവത്തിൽ അത്തരം കേന്ദ്രങ്ങളിൽ ചെന്നാൽ ശൈത്താൻ മാറി നിൽക്കും. ശൈത്താൻ ഈ കേന്ദ്രത്തിൽ, ഈ കുടുംബത്തിൽ വിശ്വാസം ഉണ്ടാക്കണം, ഈ ഒരു കുട്ടിയിലൂടെ ഒരു കുടുംബത്തെ മുഴുവൻ ശിർക്കിലെത്തിക്കണം. അതിന് ശൈത്താൻ നല്ലവണ്ണം അവിടെ കളിക്കും. അപ്പൊ പലരും വന്നിട്ട് ഗൈഡൻസ് ആയിട്ട് വരും, അവിടെ പോയാൽ മതി, ഇവിടെ പോയാൽ മതി, അയാൾക്ക് ഭയങ്കര തിരക്കാണ്, ടോക്കൺ എടുത്ത് നിൽക്കുകയാണ്, ആളുകൾ തലേന്ന് ചെന്ന് ലോഡ്ജ് എടുത്ത് കൂടുകയാണ്, അത്രമാത്രം. അങ്ങനെ കേട്ടാ പിന്നെ അന്വേഷിക്കൊന്നുമില്ല, അങ്ങനെ പോകുന്നെ. വാസ്തവത്തിൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരു ചികിത്സക്ക് പോകുമ്പോ ഒന്നാമതായി അന്വേഷിക്കേണ്ടത് ഈ ചികിത്സക്ക് യോഗ്യതയുള്ള ആളാണോ എന്നല്ലേ നോക്കേണ്ടത്. വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളാണോ, അല്ലെങ്കിൽ ഇസ്ലാമിക ചികിത്സയാണെങ്കിൽ അതിന്റെ അഹ്കാമുകളൊക്കെ അറിയുന്ന ആളാണോ എന്നാണല്ലോ അയാൾ അന്വേഷിക്കേണ്ടത്. അള്ളാഹും റസൂലും അനുവദിച്ച ചികിത്സയാണ് അവിടെ നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ പലയിടത്തും നടക്കുന്ന എന്താണ്, സിഹിറിന് ബദൽ സിഹിർ, ഒരു ശൈത്താനെ ഒഴിവാക്കാൻ വേറെ ശൈത്താനെ കയറ്റിക്കൊടുക്കുന്നതാണ്. ഈ രൂപത്തിലുള്ള തിന്മയെ തിന്മ കൊണ്ട് നേരിടുന്നത് പോലുള്ള ചികിത്സാ രീതികളാണ് പലയിടത്തും നടക്കുന്നത്. വൈദ്യം പഠിക്കാത്ത ആളാണല്ലോ, അത് പൂജാരി ആയാലും വേണ്ടില്ല, മന്ത്രവാദി ആയാലും വേണ്ടില്ല, വെളിച്ചപ്പാടായാലും വേണ്ടില്ല, മൊല്ലാക്കായാലും വേണ്ടില്ല, മോല്യരായാലും വേണ്ടില്ല, തങ്ങളായാലും വേണ്ടില്ല, തമ്പരാനായാലും വേണ്ടില്ല, ബീവി ആയാലും വേണ്ടില്ല, നമ്മളെ രോഗം മാറിയാ മതി. ഇതാണ് ആളുകൾ പലപ്പോഴും തെറ്റിലകപ്പെടാനുള്ള കാരണം. അവിടെ നമ്മൾ ചിന്തിക്കണം, ഇത് നമുക്ക് പോകാൻ പറ്റിയ ആളാണോ,
ഒരു ജ്യോത്സ്യന്റെ അടുത്തോ ഒരു മന്ത്രവാദിയുടെ അടുത്തോ ഒരു സാഹിറിന്റെ അടുത്തോ ഒരു കൂടോത്രക്കാരന്റെ അടുത്തോ നമുക്ക് പോകാൻ പറ്റുമോ? ഒരു പൂജാരിന്റെ അടുത്തോ മറ്റോ പോകാൻ പറ്റുമോ? പറ്റുകയില്ല. ആരായാലും എന്താ, രോഗം മാറിയാൽ പോരെ എന്ന ഒരു ചിന്താഗതി നമ്മുടെ ആളുകൾക്കിടയിൽ പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ്. കാരണം എന്താ, അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗവും രോഗത്തിന് ശാന്തിയും ഇറക്കിയിട്ടുണ്ട്, മരുന്നും ഇറക്കിയിട്ടുണ്ട്. വജഅല കുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നിറക്കിയിട്ടുണ്ട്. ഫതദാവു, അതുകൊണ്ട് നിങ്ങൾ മരുന്ന് ഉപയോഗിച്ച് ചികിത്സിക്കണം. വലാ തതദാവു ബിൽ ഹറാം, പക്ഷെ ഹറാം കൊണ്ട് നിങ്ങൾ ചികിത്സിക്കരുത്. അത് വളരെ ഖണ്ഡിതമായ വിഷയമാണ്. ഹലാൽ കൊണ്ടേ ചികിത്സിക്കാവൂ. കൊണ്ട് ചികിത്സ ഹലാലാകണം എന്നത് ഒരു മുഅ്മിനിന് നിർബന്ധമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ലം യജ്അൽ ശിഫാഅക്കും ഫീമാ ഹുർരിമ അലൈക്കും, വിരോധിക്കപ്പെട്ട ഹറാമായ ഒരു കാര്യത്തിലും അള്ളാഹു നിങ്ങൾക്ക് രോഗശമനം വെച്ചിട്ടില്ല. അവിടെ ഹലാലാണെന്ന് ഉറപ്പുള്ള ചികിത്സാ മുറകൾ മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. പക്ഷെ രോഗം വരുമ്പോൾ പല ആളുകളും ഇതൊക്കെ മറന്നുപോകും. എന്നിട്ട് മുസ്ലിമീങ്ങൾ തന്നെ മുസ്ലിം സിദ്ധകേന്ദ്രങ്ങൾ കുറെ പോയിട്ട് മടുത്തിട്ട് പിന്നെ അമുസ്ലിം സിദ്ധകേന്ദ്രങ്ങളിലേക്ക് പോകും. ഇപ്പോൾ ഈ തൃശ്ശൂരാണ് കഴിഞ്ഞങ്ങോട്ട് പോകുമ്പോൾ അവിടെ കാണാം കോട്ട എന്നൊരു സ്ഥലമുണ്ട്, ക്രിസ്ത്യാനികളുടെ ധ്യാന കേന്ദ്രമാണ്. അവിടെ കോട്ടയിൽ പോവുക, എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ യേശുവിനോട് പ്രാർത്ഥിക്കല. അപ്പൊ ഏതോ ഫാത്തിമത്ത് സൂറ ഏതോ കുഞ്ഞാമ്മ കുട്ടിയോ പോയി അത് അവർക്ക് ഗുണം കിട്ടിയെന്നും പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ പരസ്യം ചെയ്യും ഓലെ മാസികയിൽ ഓളെ ഫോട്ടോ അടക്കം. അപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് മാറില്ല, അവിടെ പോയിട്ട് അവസാനം ഫോട്ടോയിൽ പോയിട്ടാണ് മാറിയത്. എന്താ ഫോട്ടോയിൽ നടക്കുന്നത്? ക്രിസ്തുവിനോടുള്ള പ്രാർത്ഥന, യേശു 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 എന്ന് വിളിച്ചിട്ടുള്ള പ്രാർത്ഥന. അങ്ങനെ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനത്തിൽ പങ്കെടുത്തിട്ട് അയാൾക്ക് രോഗം മാറി. അല്ലെങ്കിൽ ഏതെങ്കിലും വെളിച്ചപ്പാടിന്റെ അടുത്ത് പോയിട്ട് അവിടെ നടക്കുന്ന ഒരു പ്രത്യേക പ്രാർത്ഥന ഉണ്ട്, അതിൽ പങ്കെടുത്തിട്ട് മാറി. ഇങ്ങനെ രോഗശുശ്രൂഷാ കേന്ദ്രങ്ങളിലും ശിർക്കൻ കേന്ദ്രങ്ങളിലും ഒക്കെ പോകുന്നു. ചില ആളുകൾ പറയും, ഇന്നാലിന്റെ ക്ഷേത്രമുണ്ട്, അവിടേക്ക് നിങ്ങളൊരു വഴിപാട് കൊടുത്ത് ഞങ്ങൾ എല്ലാ രോഗവും മാറും. അതാരാ പറയണത്? മൊല്ലാക്കിയ പറയണത്. അവിടെ പോയിട്ട് പൂജാരിന്റെ അടുത്ത് പോയിട്ട് എന്താ കൊടുക്കേണ്ടത്? ഇത് നാഗക്ഷേത്രമാണ്, അതുകൊണ്ട് സ്വർണം കൊണ്ട് നിങ്ങളൊരു ചെറിയ ഒരു 2 പവൻ 1.5 പവനൊക്കെ മതി, അതുകൊണ്ട് ചെറിയ പാമ്പിന്റെ കോലുണ്ടാക്കിയിട്ട് ക്ഷേത്രത്തിക്ക് വഴിപാട് കൊടുക്കണം. അത് കൊണ്ടേ കൊടുത്തപ്പോൾ രോഗം മാറി. അപ്പൊ ശൈത്താൻ വിട്ടു നിൽക്കും. ശൈത്താൻ ഉണ്ടാക്കിയ രോഗമാണെങ്കിൽ ശൈത്താനെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തെ ശിർക്കിലെത്തിക്കലാണുള്ള പണി. അപ്പൊ നാഗത്തിന്റെ രൂപം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ എന്താണോ പറഞ്ഞത് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ മാറുകയാണ്. ചാത്തൻ സേവാ മഠങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ചാത്തൻ സേവക്ക് എന്നാല് ശൈത്താനാണ്, ചാത്തൻ തന്നെ ശൈത്താനാണ്, ശൈത്താന്റെ മലയാള ചാത്തൻ. ഈ ചാത്തൻ സേവാ മഠങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് മുസ്ലിമീങ്ങള്, പർദ്ദയിട്ട പെണ്ണുങ്ങള് പൂജാരിയുടെ അടുത്ത് പോവുകയാണ്. കാരണം ഹിന്ദു സഹോദരന്മാരെ ഗൈഡൻസ് ആണ്, മുക്കുട്ടി അവിടെ പോയി നോക്കിക്കോളൂ എന്ന് പറയുമ്പോ അവിടെ പോയി നോക്കുകയാണ്. ഒരു ദീനും അവർക്ക് പ്രശ്നമേ അല്ല. ഇതിനെ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. പണ്ഡിതന്മാരെന്ന് പറയുന്ന വിഭാഗം ആളുകളെ പറഞ്ഞു പറ്റിക്കണം. എന്താ, എവിടെ പോയാലെന്താ, നമ്മളെ രോഗം മാറുന്നുണ്ടോ, മുറാദ് ഹാസിലാകുന്നുണ്ടോ നോക്കിയാ പോരെ. അപ്പൊ അവിടെ പോയി മാറില്ല, അപ്പുറത്ത് പോയി മാറി, ഇപ്പുറത്ത് പോയി മാറില്ല, അപ്പുറത്ത് പോയി മാറി. അപ്പൊ മാറുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പോകാൻ പറ്റുമോ ഇല്ലേ എന്നതിന്റെ തെളിവ്. നിങ്ങൾ പറയും ഏർവാടി പോകാൻ പാടില്ല, നിങ്ങൾ പറയും മറ്റോടത്ത് പോകാൻ പാടില്ല, മമ്പറത്ത് പോകാൻ പാടില്ല. എന്നിട്ട് നമുക്ക് മാറിയല്ലോ, മാറാത്ത വയറുവേദന പുത്തമ്പള്ളി പോയിട്ട് മാറിയല്ലോ, മാറാത്ത വയറുവേദന ഉള്ളാൾ പോയിട്ട് മാറിയല്ലോ. അപ്പൊ മാറാൻ പറ്റുമോ പറ്റൂലേ, പോകാൻ പറ്റുമോ പറ്റൂലെന്ന് തെളിവെന്താ? ആർക്കെങ്കിലും രോഗം മാറുന്നുണ്ടോ ഇല്ലേ എന്നതാണ്. അങ്ങനെ ആവുമ്പോ എന്താവും? എല്ലാ ജാറങ്ങളിലും പോയി അവിടെയൊക്കെ പോയി മടുത്തിട്ട് പിന്നെ അമ്പലങ്ങളിലും മഠങ്ങളിലും ഒക്കെ പോയി നോക്കും, ചാത്തൻ സേവാ കേന്ദ്രത്തിൽ പോയി നോക്കും. അവിടെ പോയിട്ട് ആർക്കെങ്കിലും വല്ല ആൾക്ക് മുസ്ലിമിനും രോഗം മാറിയിട്ട് അത് പ്രചരിപ്പിക്കും. ഇപ്പൊ ചേന്നര എന്ന സ്ഥലമുണ്ട് മലപ്പുറം ജില്ലയിൽ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് രാജ്യാര് അവിടെ ഗുരുവായൂർ പോയിട്ട് തുലാഭാരം നടത്തി. തനിക്ക് കുട്ടിയില്ലായിട്ട് കുട്ടിയെ കിട്ടാൻ വേണ്ടി ഗുരുവായൂരപ്പനോടാ പ്രാർത്ഥിച്ചത്. ഗുരുവായൂരപ്പന്റെ അവിടെ പോയി തൊഴുതിട്ട് എനിക്കൊരു കുട്ടിയെ കിട്ടിയാൽ ഞാൻ ഇവിടെ ഒന്ന് തുലാഭാരം നടത്തിക്കൊള്ളാമേ എന്ന് നേർച്ചയാക്കിയിട്ട് വന്നു. കുട്ടി ജനിച്ചോ കുട്ടിയും കൊണ്ട് ഗുരുവായൂർ പോയി. ഒരു തുലാസിൽ കുട്ടിയെത്തി, മറ്റേത്തിൽ പൂവമ്പഴം. അങ്ങനെ കുട്ടിയുടെ കനത്തിൽ പൂവമ്പഴം ഗുരുവായൂരപ്പന് വഴിപാട് കൊടുത്തു. ആരാ? മക്കത്ത് ഹജ്ജ് ചെയ്ത ഹാജിയാര്. അയാൾ ഇസ്ലാം ഒന്ന് പുറത്താൻ പറ്റാന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിയാക്കന്മാർ ഫത്വ ഇറക്കി. പക്ഷേ ഇവരല്ലേ അങ്ങോട്ട് എത്തിച്ചത്. എവിടെ പോയാലെന്താ, രോഗം മാറിയാ പോരെ എന്ന ചിന്താഗതി ഇവിടെ ഉണ്ടാക്കിയതാരാ? ഇപ്പൊ മാലയിട്ട് ശബരിമലയിൽ പോകുന്ന ആളുകള് എന്തിനായി പോകുന്നത്? കാലിന് ചെരുപ്പും കൂടിയില്ല നടന്നു പോണ് പരലോകത്ത് രക്ഷ കിട്ടാനെന്നല്ല, ഇവിടുത്തെ മുറാദുകൾ ഹാസിലാകാനാ. അബ്ദുൾ റസാഖ് സാമി അല്ലെ, അഹമ്മദ് കുട്ടി സാമി എന്നൊക്കെ പറഞ്ഞിട്ട് പോണില്ലേ. പോകുമ്പോ അവിടെ തന്നെ അവിടെ എത്തുന്നതിന് മുമ്പ് വാവര് സ്വാമി എന്നിട്ട് വാവര പള്ളി ഉണ്ട്, അത് ഔലിയാണെന്നാ വാവര ഔലിയ. ഈ പോണോലൊക്കെ അവിടെ പൈസ കൊടുക്കുന്നു, അവിടെ എല്ലാ കളിയും കളിക്കുന്നു, പേരിൽ അവിടെ ഒരു പള്ളി ഉസ്താദും ഒക്കെ അവിടെ ഉണ്ട്. ഇതെന്തൊക്കെ, എന്ത് ഇസ്ലാമാ ഇതൊക്കെ? പക്ഷെ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇതിനെയൊക്കെ നമ്മൾ എതിർത്താൽ അപ്പൊ ഇവിടുത്തെ പുരോഹിതന്മാർ പറയും, കണ്ടോ ആത്മീയ ചികിത്സ എതിർക്കുന്നു, ഇസ്ലാമിൽ മഹാന്മാരെ കൊണ്ടുള്ള ചികിത്സയില്ലേ എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ മന്ത്രമുണ്ട്, അതിൽ നമുക്ക് യാതൊരു സംശയമല്ല. മന്ത്രം കൊണ്ടുള്ള ചികിത്സയുമുണ്ട്. അതിൽ മുഖ്യമായത് പ്രാർത്ഥനയാണ്. അത് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ ഖുർആൻ ഓതിക്കൊണ്ടുള്ള ശരീരത്തിൽ ഊതുകയും തടവുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടുള്ള ഇസ്ലാമിന്റെ ചികിത്സയുണ്ട്. അതൊന്നും ഈ പറഞ്ഞ രൂപത്തിലൊന്നല്ല. നമുക്ക് അസുഖം വന്നാൽ നമ്മൾ സ്വയം ചെയ്യണം. ഇതൊക്കെ ഒരസുഖം വന്നാൽ അവിടെ മന്ത്രിക്കുന്ന ആള് അയാളെ ഫോൺ നമ്പർ എങ്ങനെയാ കിട്ടുക, അവിടേക്ക് എങ്ങനെയാ പോകുക, അയാളെങ്ങനെയാ കാണുക എന്നല്ല. അത് നമ്മൾ സ്വന്തം ചെയ്യാൻ സാധിക്കുമെങ്കിൽ രോഗി തന്നെ സ്വയം മന്ത്രിക്കണം. അതിന് കഴിയില്ലെങ്കിൽ അവശനായ ആളാണ്, അല്ലെങ്കിൽ കുട്ടിയാണ്, അങ്ങനത്തെ ചില ഘട്ടങ്ങളിലൊക്കെ കുടുംബക്കാർ ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്തു കൊടുത്തൊന്നും സാധിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് മന്ത്രിക്കാൻ വേണ്ടി ഇന്ന ആളെടുത്ത് കൊണ്ടുപോയാൽ പറ്റും, ആളത്ത് കൊണ്ടുപോയി കുഴപ്പമില്ല, അയാൾ അഖീദ ശരിയ ആളാണ് എങ്കിൽ നമുക്ക് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്വയം മന്ത്രിക്കാൻ വേണ്ടിയാണ്, സ്വയം ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷെ പല രോഗികൾക്കും സ്വയം ചെയ്യാൻ സാധിച്ചോളുന്നില്ല. പ്രത്യേകിച്ച് ബുദ്ധി മറിഞ്ഞുപോയി. ഒരാൾക്ക് ഭ്രാന്ത് പിടിച്ച ആൾക്ക് മന്ത്രിക്കാൻ കഴിയും, നിക്കരിക്കുന്നല്ല, പിന്നല്ല മന്ത്രിക്കല്. അപ്പൊ അങ്ങനത്തെ ഒരാളാണ് അയാള്. രോഗം കൊണ്ട് അവശനാണ്, ഇടക്കിടക്ക് ബോധം കെടുന്ന ആളാണ്, അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ട് അത്തും വിത്തും ആയിട്ടുണ്ട്, അതുമല്ലെങ്കിൽ തന്റെ ഇടം എത്തിയിട്ടില്ലാത്ത ചെറിയ കുട്ടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ കുട്ടിയായിരിക്കാം, അവശനായിരിക്കാം, മാനസികഭ്രാന്തി ആയിരിക്കാം, അല്ലെങ്കിൽ വൃദ്ധനായിരിക്കാം. ഇതൊന്നും അല്ലെങ്കിലും പ്രാർത്ഥനയും ദിക്റൊന്നും വായിച്ചു നോക്കാനോ അല്ലെങ്കിൽ ചൊല്ലാനോ അറിയാത്ത പടുവായ ആളാണ്. ഇങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെ ഒരാൾ ആവശ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് മന്ത്രിച്ചു കൊടുക്കാം. ഈ ഒരു പ്രശ്നമല്ല. കുടുംബക്കാർ തന്നെ മന്ത്രിക്കാം, കുടുംബത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ അയൽവാസികളോ ആർക്കും മന്ത്രിച്ചു കൊടുക്കാം. ഒരു ഉപകാരം എന്ന നിലക്ക് അത് ചെയ്യുന്നതിന് ഒരിക്കലും തന്നെ ഇസ്ലാം എതിരല്ല. മാത്രമല്ല അതൊരു ഉപകാരമായി ചെയ്തു കൊടുക്കുകയും വേണം. ഞാൻ റുഖ്യ ചെയ്യട്ടെയോ, ഞാൻ മന്ത്രിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ റസൂല് പറഞ്ഞാൽ, നിങ്ങളിൽ ആർക്കെങ്കിലും തന്റെ സഹോദരന് ഒരു ഉപകാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അയാൾ അങ്ങനെ ചെയ്തു കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ കഴിഞ്ഞ 2 ഖുതുബകളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ മന്ത്രിച്ചു കൊടുത്ത സംഭവം പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് മന്ത്രിച്ചു കൊടുത്ത സംഭവം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികളെ സന്ദർശിക്കുമ്പോൾ മന്ത്രിച്ചത് പറഞ്ഞു. ഹസൻ ഹുസൈൻ എന്ന പേരക്കുട്ടികൾക്ക് വേണ്ടി റസൂൽ മന്ത്രിച്ചത് പറഞ്ഞു. സഹാബികൾ വിഷം തീണ്ടിയ ആൾക്ക് വേണ്ടി ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ച സംഭവം പറഞ്ഞു. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കുന്നതിന് ഇസ്ലാമിൽ യാതൊരു തെറ്റുമില്ല. മാത്രമല്ല ശരിയായ അഖീദയുള്ള ഒരാള് ഒരു മന്ത്രിക്കുന്ന ഒരാളെടുത്ത് കൊണ്ടുപോകാൻ പാടുണ്ടോ എന്ന് ചോദിക്കും. എല്ലാരിടത്തും കൊണ്ടുപോകാൻ പറ്റൂല. ശിർക്കൻ ചികിത്സാ രീതികൾ ചെയ്യുന്ന, അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അസ്മാഉ തൽസമാത്തിന്റെ കിതാബുകൾ കൊണ്ട് ശിർക്കൻ ചികിത്സകൾ, ബിദഅത്ത് ചികിത്സ നടത്തുന്ന അടുത്ത് കൊണ്ടാനും പാടില്ല, അയാളെ വീട്ടിലേക്ക് വിളിക്കാനും പാടില്ല. ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തോട് ചോദിച്ചു, നസ്മഉ ഫി ഹാദിഹിൽ അയ്യാം അന്നുനാസ് യുആലിജൂന ബിൽ ഖുർആനി മർളസ്സഇ വൽ മസ് വൽ ഐനി വഗൈരി ദാലിക്. ഇന്ന് ഞങ്ങൾ കേൾക്കുന്നുണ്ട് ഖുർആൻ കൊണ്ട് രോഗികളെ ചികിത്സിക്കുന്ന ആളുകൾ. അവർ ചികിത്സിക്കുന്നത് ഈ പിശാച് ബാധ, അതുപോലെ തന്നെ അപസ്മാരം, കണ്ണേർ, ഇങ്ങനെയുള്ളതൊക്കെ ചികിത്സിക്കുന്നുണ്ട്. വഖദ് വജദ ബഅദു നാസ് നതീജത മർളിയത്തി ഇൻദ ഹഉലായി. ഇത്തരം ആളുകളടുത്ത് പോയിട്ട് നല്ല റിസൾട്ട്, രോഗത്തിന് ശമനങ്ങൾ ചില ആളുകൾക്കൊക്കെ കിട്ടുന്നുണ്ട്. ഫഹൽ ഫി അമലി ഹഉലായി മഹ്ദൂറുൻ ശർഈ. ഇവരുടെ ഈ പ്രവർത്തനത്തിൽ ശർഈയായി നമ്മൾ പേടിക്കേണ്ട വല്ലതും ഉണ്ടോ? വൽ യൗതു മൻ ദഹബ ഇലൈഹിം. അവരുടെ അടുത്തേക്ക് പോകുന്ന ആൾ കുറ്റക്കാരനാകുമോ? വമശ്റൂത്തുല്ലത്തി തറൗനഹ അൻഹാ യംബഗി അൻ തകുന മൗജൂദതൻ ഫീമൻ യുആലിജു ബിൽ ഖുർആൻ. ഖുർആൻ കൊണ്ട് ചികിത്സിക്കുന്നവർ എന്ന് പറയുന്നവരിൽ നിർബന്ധമായും ഉണ്ടാകണമെന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുന്ന നിബന്ധനകൾ എന്തൊക്കെയാണ്? സിഹ്ർ ബാധിച്ചവര് അല്ലെങ്കിൽ ജിന്നുബാധയേറ്റവര്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഖുർആൻ കൊണ്ട് സലഫ് സാലികൾ ചികിത്സിച്ചതായി ഉദ്ധരിക്കപ്പെടുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ മറുപടി, കണ്ടോ, ബാധ, കണ്ണേറ് അല്ലെങ്കിൽ കൂടോത്രം ഇതുപോലുള്ള രോഗങ്ങൾ വന്നിട്ട് അതല്ലാത്ത മറ്റു രോഗങ്ങൾക്കും ഖുർആൻ കൊണ്ട് ചികിത്സിക്കുന്ന യാതൊരു തെറ്റുമില്ല. വദാലികമായി സമാബിർ റുഖിയ. അങ്ങനെയുള്ള ഖുർആൻ ചികിത്സക്കാണ് റുഖിയ എന്ന് പറയുന്നത്. ബിഅൻ യഖറഅൽ ഖാരി വയൻഫുസ അലൽ മുസാബ്. ഖുർആൻ ഓതുകയും രോഗിയുടെ മേൽ ഉമിനീർ കലർത്തിക്കൊണ്ട് ഊതുകയും ചെയ്യുക. ഫഇന്ന റുഖിയത ബിൽ ഖുർആനി വബിൽ അദ്ഇയതി ജായിസത്തുൻ. ഖുർആൻ കൊണ്ടും ഹദീസിൽ വന്ന ദുആകൾ കൊണ്ടും മന്ത്രിക്കൽ അത് ജായിസാണ്. വഇന്നമൽ മംനൂഉ പാടില്ലാത്തത് അർറുഖിയ ശിർക്കിയ, ശിർക്ക് കലർന്ന മന്ത്രങ്ങളാണ്. വഹിയല്ലത്തി ഫിയാ ദുആഉൻ ലിഗൈരില്ലാ. ശിർക്ക് കലർന്ന മന്ത്രം എന്ന് പറഞ്ഞാൽ അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന മന്ത്രം. വസ്തിആനത്തും ബിൽ ജിന്നി വശയാത്തീൻ. ജിന്ന് ശൈത്താന്മാരോട് അഭയം തേടുന്ന മന്ത്രങ്ങൾ. കഅമലിൽ മുശഅവിദീന വദ്ദജാലീൻ. കണ്ടോ, കള്ള ചികിത്സക്കാരും
അതുപോലെ തന്നെ ഈ മായാജാലക്കാരുമൊക്കെ നടത്തുന്ന ചികിത്സ, ഔ ബി അസ്മാഇ മജ്ഹൂല, അറിയപ്പെടാത്ത ഇസ്മുകൾ കൊണ്ട്. വഅമ്മർ റുഖ്യതു ബിൽ ഖുർആൻ വൽ ഹദിയത്തിൽ വായത ഫയ്യ മശ്റൂഅ, ഖുർആൻ കൊണ്ടും ഹദീസിൽ വന്ന ദിക്റുകൾ കൊണ്ടും റുഖ്യ നടത്തുന്നത് അത് ശറഅ അംഗീകരിച്ചതാണ്. എന്നിട്ട് പിന്നെ ഖുർആൻ ശിഫയാണ്, അത് മാനസികമായ രോഗങ്ങൾക്കാകട്ടെ ശാരീരിക രോഗങ്ങൾക്കാകട്ടെ എല്ലാത്തിനും ശിഫയാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് പിന്നെ പറയാണ് വലാ ബഅസ ബിദ്ദഹാബി ഇലൽ ലദീന യുആലിജൂന ബിൽ ഖുർആൻ ഇദാ ഉരിഫു ബിൽ ഇസ്തിഖാമത്തി വസലാമത്തിൽ അഖീദ. കണ്ടോ, ഖുർആൻ കൊണ്ട് ചികിത്സിക്കുന്നവരത്തേക്ക് രോഗിയെ കൊണ്ടുപോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. അവർ ഈ ചികിത്സിക്കുന്ന ആളുകൾ ശരിയായി ജീവിക്കുന്നവരും വസലാമത്തിൽ അഖീദ, അഖീദ വളരെ ശരിയാണ്, ശിർക്കൻ അഖീദ ഇല്ല, നല്ല അന്യൂനമായ അഖീദയുള്ളവരാണ്, ശരിയായ അഖീദ ഉള്ളവരാണെങ്കിൽ ശിർക്കിയായ മന്ത്രങ്ങൾ കൊണ്ട് അവർ ചികിത്സിക്കുന്നില്ല എന്നറിയപ്പെട്ടതാണ്. വലാ യസ്തഈനൂന ബിൽ ജിന്നി വശയാത്തീൻ, ജിന്ന ശൈത്താന്മാരോട് അവർ സഹായം തേടുന്നില്ല എന്നറിയപ്പെട്ടതാണ്. വഇന്നമാ യുആലിജൂന ബിറുഖ്യ ശർഇയ്യ, ശറഇൽ അംഗീകരിക്കപ്പെട്ട മന്ത്രം കൊണ്ട് മാത്രമാണ് അവർ ചികിത്സിക്കുന്നത്. അവരെ അഖീദ ശരിയാണ്, ശരിയായി ജീവിക്കുന്ന ജീവിത വിശുദ്ധിയുള്ള ആളാണ് എങ്കിൽ അത്തരം ആളെടുത്ത് കൊണ്ടുപോകാം. വൽ ഇലാജ് ബിറുഖ്യത്തിൽ ഖുർആനിയത്തി മിൻ സുന്നത്തി റസൂൽ വഅമലി സലഫ്. കണ്ടോ, ഖുർആനിലെ മന്ത്രങ്ങൾ കൊണ്ട് ചികിത്സിക്കുക എന്ന് റസൂലുള്ളാഹിന്റെ സുന്നത്തിൽപ്പെട്ടതും സലഫുകളുടെ സഹാബികൾ താബികൾ അവരുടെ പ്രവർത്തനത്തിൽപ്പെട്ടതുമാണ്. ഫഖദ് കാനു യുആലിജൂന ബിൽ മുസാബ ബില്ലൈനി വസ്സർഇ വസ്സിഹ്രി വസായിരിൽ അംറാൻ, സിഹ്ർ അല്ലെങ്കിൽ ചിന്നുബാധ, കണ്ണേറ് പോലെയുള്ള രോഗങ്ങൾ ബാധിച്ചവരെ, അതുപോലെ മറ്റു രോഗങ്ങൾ ബാധിച്ചവരെയും മുൻഗാമികളും റസൂലും ഇതുകൊണ്ട് ചികിത്സിക്കാറുണ്ടായിരുന്നു. വയതഖിദൂന അന്നഹാ മിനൽ അസ്ബാബിൻ നാഫിഅത്തിൽ മുബാഹ, അനുവദിക്കപ്പെട്ട ഉപകാരപ്പെട്ടതുമായ സബബുകൾപ്പെട്ടതാണ് അവർ വിശ്വസിച്ചിരുന്നു. വഅന്ന ശാഫി ഹുവല്ലാഹു വഹദ, ശിഫ നൽകുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കണം. വലാ ബുദ്ദ മിനൽ തൻബീഹി അലാ അന്ന ബഅദൽ മുശഅ്വിദീന വസ്സഹറ ഖദ് യദ്കുറു ശൈഅൻ മിനൽ ഖുർആനി വൽ അദ്ഇയ. എന്നാൽ പല ചികിത്സക്കാരും തട്ടിപ്പ് ചികിത്സക്കാരും മന്ത്രവാദികളൊക്കെ ഉണ്ടാവും. അവർ സിഹിറിന് ചികിത്സിക്കും, കണ്ണേർ ചികിത്സിക്കും പറയും. ഇടക്കൊരു ഖുർആന്റെ ആയത്തോ റസൂൽ ഒടിച്ച ദുആന്റെ കഷ്ണം ഉണ്ടാവും. ലാക്കിനും യഖ്ലിത്തൂന ദാലിക ബിശ്ശിർക്കി വൽഇസ്തിആനത ബിൽ ജിന്നി വശയാത്തീൻ, എന്നാൽ അതിലവർ ശിർക്കുമായി കൂട്ടിക്കലർത്തും. കണ്ടോ, ജിന്ന് ശൈത്താന്മാരുടെ സഹായതേട്ടങ്ങൾ അതിനിടയിൽ ഉണ്ടാകും. ഫയസ്മഉ ബഹദുൽ ജുഹാൽ, ചില വിവരം കെട്ടവർ ഇത് കേൾക്കുന്നു. വയലുന്നന്നും യുആലിജൂന ബിൽ ഖുർആൻ, ഇടക്കനായത്തിൽ കുറിച്ചോ ഒരു കൊല്ലല്ലാതൊക്കെ കേൾക്കും, ഓ ഇവർ ഖുർആൻ ചികിത്സിക്കുന്നതാണെന്ന് അവർ വിചാരിക്കുന്നു. വഹാദാ മിനൽ ഖിദാഇ അല്ലദീ യജിബു തനബ്ബുഹു ലഹു, ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വഞ്ചനയിൽപ്പെട്ടതാണ്. വൽ ഹദ്രി മിൻഹു, അതിനെക്കുറിച്ച് സൂക്ഷിക്കേണ്ടതുമാണ്. കണ്ടങ്ങള്, അപ്പൊ നമുക്ക് മന്ത്രിക്കാം, നമ്മുടെ കുടുംബക്കാർക്ക് മന്ത്രിച്ചു കൊടുക്കാം. മന്ത്രിക്കുന്ന ഒരാളടുത്ത് അയാൾ ശരിയായ അഖീദ ഉള്ള ആളാണെങ്കിൽ നിർബന്ധിത സാഹചര്യത്തിൽ അടുത്ത് കൊണ്ടുപോകുന്നതിനും കുഴപ്പമില്ല. പക്ഷെ അയാൾ അഖീദ ശരിയാണോ, അയാൾ ഖുർആൻ കൊണ്ട് ചികിത്സിക്കുന്ന ആളാണോ, അതല്ല തട്ടിപ്പുകാരനാണോ, മന്ത്രവാദിയാണോ, ഇതൊക്കെ നമ്മൾ ശരിക്കറിയണം. ഒന്നും അറിയാതെ രോഗം മാറുക എന്ന ഒരു ചിന്താഗതി മാത്രം പാടില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഡോക്ടർമാരും അതുപോലെ തന്നെ മറ്റ് ചികിത്സാ രംഗത്തുള്ളവരുമൊക്കെ വലിയ ഫീസും മറ്റൊക്കെ വാങ്ങി ചികിത്സിക്കുന്നത് പോലെ മന്ത്രിക്കുന്ന ആളും വലിയ ഫീസ് വാങ്ങി ചികിത്സിക്കുന്നു അല്ലെങ്കിൽ മന്ത്രിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നത് അത് വലിയ ഒരു ആക്ഷേപം തന്നെയാണ്. മന്ത്രിക്കുന്ന ആളുകളുടെ അബദ്ധങ്ങളിൽപ്പെട്ടതാണ് മന്ത്രം ഒരു ജോലിയായി സ്വീകരിക്കുക എന്നത്. അയാൾക്ക് വേറെ തൊഴിലൊന്നുമില്ല, അയാൾ തൊഴിൽ മന്ത്രിക്കൽ മാത്രമാണ്. അയാൾ എല്ലാ സമയം അതിനു വേണ്ടി ഇരിക്കുകയാണ്. അതിന് കിട്ടുന്ന പൈസയാണ് അയാളുടെ ജീവിതമാർഗം. അങ്ങനെ ഒരു ജോലിയായി മന്ത്രിക്കൽ സ്വീകരിക്കുന്നതിനെ സലഫുകൾപ്പെട്ട മുൻഗാമികൾപ്പെട്ടവരൊക്കെ എതിർത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സഹാബികളോ ആരും തന്നെ അങ്ങനെ മന്ത്രത്തിന് മാത്രമായി ഒഴിഞ്ഞിരിക്കുകയും അതൊരു തൊഴിലായി സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല. പിന്നെ മന്ത്രിക്കുന്നതിന് പ്രതിഫലം പറ്റാൻ പറ്റുമോ? പറ്റുമെന്നിപ്പോ നമ്മൾ കഴിഞ്ഞ കുറി ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സഹാബികൾ ആട് കൊടുത്തു, അവർ സ്വീകരിച്ചു. അത് റസൂലുള്ളാഹിന്റെ ചരിത്രത്തിലുണ്ട്. ഒരു ജിന്നുബാധയുള്ള ഒരു കുട്ടിയെ റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുവന്നു. റസൂൽ യാത്രയിൽ ഒരു പെണ്ണ് കൊണ്ടുവന്നു, എന്റെ ഈ കുട്ടിക്ക് ബാധയുണ്ട് റസൂലെ. അപ്പൊ റസൂലിന്റെ അടുത്തേക്ക് ഒട്ടകപ്പുറത്തേക്ക് കുട്ടിയെ ഉയർത്തി കൊടുത്തു. ഒട്ടകക്കട്ടിലും റസൂലും ഇടയെത്തി കുട്ടിയുടെ വായു വളർത്തിയിട്ട് വായിലേക്ക് ഉമിനീര് കടത്തിക്കൊണ്ട് റസൂൽ ഇങ്ങനെ ഊതി, ഉഖ്റുജ് അദുവ്വ, അല്ലാഹുവിന്റെ ശത്രു നീ പുറത്തു പോ. മറ്റൊരു റിപ്പോർട്ട് ഇഖ്സ അദുവ്വ, അല്ലാഹുവിന്റെ ശത്രു നീ ദൂരെ പോ. അങ്ങനെ 3-4 തവണ ചെയ്തു കുട്ടിയെ തിരിച്ചു കൊടുത്തു. ഞങ്ങൾ മടങ്ങി വരുമ്പോ കാണണമെന്ന് പറഞ്ഞു. മടങ്ങി വന്നപ്പോ ആ പെണ്ണ് കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല എന്നു. അപ്പൊ അവര് ഹദിയായിട്ട് 2 ആടുകളെയും കുറച്ച് നെയ്ക്കട്ടിയും കുറച്ച് പാലും വെണ്ണയും ഒക്കെ റസൂലുള്ളാഹിക്ക് കൊടുത്തു. അപ്പോ സഹാബിയോട് പറഞ്ഞു, ആ നെയ്ക്കട്ടിയും പാലും കൊടുത്തോ, ഒരാടിനെടുത്തോ, ഒരാടിനെ അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഹദിയ കൊടുത്ത ശിഫ കിട്ടിയാൽ, ശമനം കിട്ടിയാൽ, രോഗിയുടെ ആളുകൾ എന്തെങ്കിലും ഹദിയ കൊടുത്താൽ അത് വാങ്ങാം, അതിന് യാതൊരു തെറ്റില്ല. മാത്രമല്ല നേരത്തെ സഹാബികള് ആടുകൾ വാങ്ങി എന്ന് പറഞ്ഞ എങ്ങനെയാ? ആടുകൾ ശിഫ കിട്ടിയാൽ ആടിനെ തന്നാ മതി.
രോഗിക്ക് മന്ത്രിച്ചു കൊടുത്തു, രോഗിക്ക് ശിഫ കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു? ആടിനെ വാങ്ങി. അങ്ങനെ ശിഫ കിട്ടുമെന്ന് ഷർത്ത് വെച്ചുകൊണ്ട് ശിഫ കിട്ടിയാൽ മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കേണ്ടതില്ല. വെറുതെ ഓതി ഒരു ശിഫയും കിട്ടിയില്ല എങ്കിൽ ഒന്നും വാങ്ങാനും പറ്റൂല. ആ രീതിയിലാണ് ആ രണ്ട് സംഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വകാലൽ ജുഅലു അല ആഫിയത്തി മരീദിൽ ഖൗമി, ആ ഖൗമിന്റെ രോഗിയുടെ രോഗം ശിഫയായാൽ എന്നതായിരുന്നു ആ പ്രതിഫലത്തിന്റെ ഷർത്ത്. ലാ അല തിലാവ, അല്ലാതെ ഓതിയതിനല്ല, ശിഫയായാൽ തരാം എന്നാണ്. അന്നൽ ജുഅല ഇന്നമാ ഹുവ ലാ ശർത്തി ശിഫ, ഇത് വ്യക്തമായിട്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഇത് പ്രതിഫലം നിശ്ചയിക്കണമെന്ന് പറയാൻ കാരണം എന്താ? അവരെ സൽക്കരിച്ചില്ല, മാനുഷികമായ പരിഗണന കൊടുത്തില്ല. അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കപ്പെട്ട മാനുഷിക പരിഗണനയാണ്. ഇന്നത്തെ പോലെ ഹോട്ടലിൽ ലോഡ്ജൊന്നും ഇല്ലാത്ത കാലത്ത് ഞങ്ങൾ ദൂരെ നിന്ന് വരുന്നവരാണ്, ഞങ്ങളൊരു വിരുന്നുകാരായി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അത് തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് മന്ത്രിക്കണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഷർത്ത് വെക്കണം എന്നവർ വെച്ചത്. ആ ഖൗം മുസ്ലിം ആയിരുന്നില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്നങ്ങനെയല്ല. ഓതിയാൽ തന്നെ കൂലി. ഒരു ദിവസം ഓതി എത്ര റുപ്യ കൂലി, അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഓതി എത്ര റുപ്യ കൂലി, അല്ലെങ്കിൽ ഒരു രോഗി ഓത എത്ര റുപ്യ കൂലി, ലക്ഷങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് മന്ത്രിക്കുന്നതിന്. അതിനെന്താ ന്യായം? അവർ നിംഹാൻസ് കൊണ്ടേ 10 ലക്ഷം കൊടുക്കുന്നില്ലേ, മറ്റോടത്തുകൊണ്ട് ഇത്ര ലക്ഷം കൊടുക്കുന്നില്ലേ, പിന്നെന്താ നമുക്ക് വന്നൂടെ എന്നാണ്. അത് ഇസ്ലാമികമായ ന്യായമേ അല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് രോഗിക്ക് ശിഫ കിട്ടിയാൽ രോഗിന്റെ ആളുകൾക്ക് കൊടുത്താൽ എല്ലാം വാങ്ങാം എന്നല്ലാതെ എന്തായാലും വേണ്ടില്ല, നമ്മൾ ഓതും നമുക്ക് പൈസ കിട്ടണം, ആ രൂപത്തിലുള്ള ഒരു കച്ചവട മനസ്ഥിതിയോ അല്ലെങ്കിൽ രോഗിക്ക് ചികിത്സിക്കാൻ വേണ്ടി മാത്രം അതൊരു തൊഴിലായി സ്വീകരിക്കുന്നതിനോ സലഫുകൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. പിന്നെ ഒരാള് പൈസക്ക് ഖുർആൻ കൊണ്ട് മന്ത്രിക്കുന്ന ആളുണ്ട് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സാഹിറുണ്ട്, മന്ത്രവാദിയുണ്ട്. മന്ത്രവാദിന്റെ അടുത്ത് പോയാൽ പൈസ മാത്രമല്ല പോകുക, ദീനും പോകും കുഫുറാവും. മറ്റോന്റെ അടുത്ത് പോയാലും ദീന് പോകില്ലല്ലോ, കുഫറാവൂല, പൈസല്ലേ പോകുള്ളൂ. അപ്പൊ തമ്മിൽ ഭേദാരാ? ഓന്റെ അടുത്ത് പോയാലല്ലേ. ആ നിലക്ക് ആളുകൾ എന്ത് ചെയ്യും? ആളുകൾ ശിർക്കിനും കുഫറിലും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊടുത്താലും ശരി, ഖുർആൻ കൊണ്ട് മന്ത്രിക്കുന്ന ആളുണ്ടെങ്കിൽ അതല്ലേ നല്ലത് എന്ന നിലക്ക് ആളുകൾ പ്രിഫർ ചെയ്യുന്നതാണ്. പക്ഷെ അതൊരു വലിയ ബിസിനസ് ആക്കി അതിനെ മാറ്റുകയും ലക്ഷങ്ങൾ അതിനുവേണ്ടി വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് അതൊരിക്കലും ഇസ്ലാമികമായി അംഗീകരിക്കപ്പെട്ട കാര്യമല്ല. മാത്രമല്ല, ചില സ്ഥലങ്ങളിലൊക്കെ മന്ത്രിച്ച വെള്ളത്തിന് വലിയ പൈസ ഒന്നായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒറ്റ ഊത്തണ്ട് ഊതിയിട്ട് ഒരു കുപ്പിക്ക് ഇത്ര എന്ന് പറയാ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇത് സംസം വെള്ളത്തിൽ മന്ത്രിച്ച് അതിന് ഇത്ര റുപ്യ. അങ്ങനെയൊക്കെയാണ് ഇപ്പോ വലിയ കച്ചവടമാക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതെല്ലാം വളരെ പേടിക്കേണ്ട സംഗതികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സലഫു സാലിഹുകൾ അവരാരും തന്നെ ഇങ്ങനെ മന്ത്രിച്ചു കൊടുക്കൽ ഒരു ജീവിത മാർഗമായി അവർ സ്വീകരിച്ചിരുന്നില്ല എന്ന് അവരെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, ഉലമാക്കൾ പലരും ഇതിനെ സംബന്ധിച്ച്, ഇത് റുഖിയെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ട് ഉസ്താദ് ദുക്തൂർ നാസിർ ബിൻ അബ്ദുൽ കരീം അൽ അഖിൽ, അദ്ദേഹം ഇതിനെ എതിർത്തിട്ടുള്ള ഉലമാക്കളുടെ ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. വഖദ് അൻകറ അദദും മിനൽ ഉലമാഇൽ ജില്ല അലാ മൻ യത്തഖിദു റുഖിയത ഹിർഫതൻ വ മിഹ്നതൻ, ഒരു ജോലിയായി ഒരു തൊഴിലായി റുഖിയെ സ്വീകരിക്കുന്നതിനെ ഉലമാക്കളിൽ ധാരാളം ആളുകൾ എതിർത്തിട്ടുണ്ട്. വയൻഖതിഉലഹ, അതിനുവേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കുന്നതിനെ. വഖദ് ഖറജ ദാലിക ബിഹിം അൻ ഹദ്ദി ശർഇൽ മുതഹർ വഹദിയ സുന്നത്തി സഹീഹ, അങ്ങനെ ഇരിക്കുന്ന ആളുകൾ റുഖിയയുടെ അതിർത്തി തന്നെ വിട്ടുപോകും, നബിയുടെ സുന്നത്ത് തന്നെ അവർ വിട്ടുപോകും. മാത്രമല്ല, വഹും മുത്തഖിഉന അലാ മുജറബാത്തിൻ ശഖ്സിയ്യ, വ്യക്തിപരമായ അവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം അതിനെ മാത്രം അവർ അവലംബിക്കും. ഔവാഹിയാത്തി മിനൽ ഹദീസ്, ദുർബലമായ ഹദീസുകളെയും. എന്നിട്ട് അദ്ദേഹം ഓരോ പണ്ഡിതന്മാരെ പേരെടുത്തു കൊടുക്കുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ, അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി, ഷെയ്ഖ് അബ്ദുല്ലാഹ് ബിൻ അബ്ദുറഹ്മാൻ അൽ ജിബ്രീൻ, സമാഹത്തു ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, അതുപോലെ തന്നെ മആലി ഷെയ്ഖ് സാലിഹ് ബിൻ അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് എന്നിങ്ങനെയുള്ള പല പണ്ഡിതന്മാരുടെയും തന്നെ ഉദ്ധരണികൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അർ റുഖ വ അഹ്കാമുഹ, റുഖിയയും മന്ത്രവും അതിന്റെ ഹുക്കുമുകളും എന്ന പേരിൽ സാലിഹ് ആലു ഷെയ്ഖ് നടത്തിയൊരു പുസ്തകമായി ഇറങ്ങിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം റാഖിമാരുടെ, മന്ത്രിക്കുന്ന ആളുകളുടെ തെറ്റുകളിൽപ്പെട്ടതാണ്, മുഖാലഫാത്തുകളിൽപ്പെട്ടതാണ് ഒന്നാമതായി എണ്ണിയെന്താ അവ്വലുഹ വഅലമുഹ അൻ യത്തഖിദൽ ഖിറാഅത വറുഖത ഹിർഫതൻ യതഫറഗു ലഹ തഫറുഗൻ കാമിലൻ. ഒന്നാമതായി പറയേണ്ട റുഖിയ റാഖിമാരെ തെറ്റ്, ഏറ്റവും ഗൗരവമായത് മന്ത്രിക്കൽ, ഖുർആൻ ഓതിയിട്ട് മന്ത്രിച്ചു കൊടുക്കൽ അതൊരു തൊഴിലായി സ്വീകരിക്കുകയും അതിനുവേണ്ടി മാത്രം പൂർണ്ണമായും ഒഴിഞ്ഞിരിക്കുകയും ചെയ്യുക. ശരിയാണ്, ജനങ്ങൾ ഇന്ന് റുഖിയ ആവശ്യമുള്ളവരാണ്.
ഒരുപാട് ആളുകൾ രോഗികളുണ്ട്, പക്ഷെ മന്ത്രിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞിരുന്നില്ലെങ്കിൽ മന്ത്രിക്കാൻ സാധിക്കൂല എന്നാണ്. ശരിയാണ്, അങ്ങനെ ഉണ്ടാവാം. പക്ഷെ അത് വേറെ പല തെറ്റുകളിലേക്കും പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് വിട്ടു നിൽക്കലാണ് അതിൽ നല്ലത്. ഒരാളുടെ ജീവിക്കാൻ വേറൊരു തൊഴിൽ ചെയ്യുകയും മന്ത്രിക്കണ ഒരു 2 മണിക്കൂറോ 1 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ ഒരു ദിവസം മാറ്റി വെച്ചോട്ടെ, അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം മാറ്റി വെച്ചോട്ടെ, പക്ഷെ അയാളുടെ തൊഴിൽ വേറെ ആയിരിക്കണം. അതാണ് ഇഖ്ലാസ് നിലനിർത്താൻ ഏറ്റവും യോജിച്ചത്. അല്ലാത്ത പക്ഷം ഇത് മാത്രം തൊഴിലായിരിക്കാം എന്ന് മാത്രമല്ല, ഇപ്പോ അതിനുവേണ്ടി പ്രത്യേകമായ ക്ലിനിക്കുകൾ തുറന്ന് സമയം നിശ്ചയിച്ച് ടോക്കൺ വെച്ച് അത് നേരത്തെ ബുക്ക് ചെയ്ത് ഇങ്ങനെയൊക്കെ വരുമ്പോ അത് ശരിക്കും ഒരു ബിസിനസ്സായി മാറുകയും ആളുകൾ രോഗികളാവണം എന്ന് ഈ ബിസിനസ്സുകാർ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഒന്നിപ്പോ നേരം വെളുത്ത് ഉച്ചവരെ ആരെയും കണ്ടില്ലാലോ, ആളുകൾക്കൊക്കെ മാറിയോ, ഒന്നും ഇല്ല വരുന്നില്ലാലോ എന്നൊക്കെ ചിന്താഗതിയിലേക്ക് അവർ പോകും. മനസ്സിലായില്ലേ? റുഖ്യ നടത്താൻ ഒരു പള്ളിയോ മദ്രസോ എവിടെ വെച്ച് റുഖ്യ നടത്തിക്കൂടെ? വീട്ടിലോ. പക്ഷെ അതിന് നമ്മുടെ നാട്ടിൽ അനുവാദമില്ല. വീട്ടിൽ മന്ത്രിക്കുമ്പോ അവിടെ ഈ മന്ത്രത്തെ നിഷേധിക്കുന്നുണ്ടോ? ഓൻ വലിയ പരസ്യം കൊടുത്താളും പിറ്റേന്ന് പത്രത്തിൽ വന്നാളും. അപ്പൊ അതുകൊണ്ട് ആ വീട്ടിൽ മന്ത്രിക്കാൻ വയ്യ. പള്ളിയിലോ പള്ളിയിൽ മന്ത്രിച്ചോ എന്നിട്ട് പള്ളി കമ്മിറ്റി ഉണ്ടാക്കും. അപ്പൊ അടി മന്ത്രിക്കാൻ വയ്യ. മദ്രസയിൽ മന്ത്രിച്ചോ എന്നാവും. പിന്നെ അവിടെ ആകാശത്ത് മന്ത്രിക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും മന്ത്രിക്കുന്ന ആള് അയാളുടെ വീട്ടിന്റെ ഒരു സൈഡിൽ ഒരു റൂമിലോ അല്ലെങ്കിൽ പള്ളിയിൽ ഉസ്താദ് മന്ത്രിക്കുന്ന ആളാണെങ്കിൽ പള്ളിന്റെ ഒരു ചെരുവിലോ മന്ത്രിച്ചാൽ എന്താ കുഴപ്പം? ഇസ്ലാം അംഗീകരിച്ച ഖുർആൻ ഓതി കൊടുക്കല്ലേ, ഹദീസ് എന്ന പ്രാർത്ഥന നടത്തലല്ലേ, അതിന് വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ അതിനൊക്കെ അനുവദിക്കാത്ത സാഹചര്യം കൊണ്ടാണ് ചില ആളുകൾ ഇവിടെ മന്ത്രിക്കാൻ വേണ്ടി പ്രത്യേകം ക്ലിനിക്ക് വേണം എന്നൊക്കെ വാദിക്കുന്നത്. അത് ശരിയല്ല. അത് തെറ്റായ മാർഗങ്ങളിലേക്ക് പോകുന്ന ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മന്ത്രിക്കാൻ വേണ്ടി സ്വന്തം വീട്ടിലൊരാൾ റൂം മാറ്റി വെക്കുന്നതോ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ ഒരു ഭാഗം മാറ്റി വെക്കുന്നതോ പോലെയല്ല ഒരു ക്ലിനിക്ക് തുറക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് വലിയ ദോഷങ്ങൾ ഉണ്ടാവും. അത് കച്ചവട മാർഗത്തിലേക്ക് പോകും. അതുകൊണ്ട് റുഖ്യ ശറഈയ പോയിട്ട് റുഖ്യ തിജാരിയാവും. ശറഈയായ റുഖ്യക്ക് പകരം ബിസിനസ് റുഖ്യായി മാറും. അപ്പോൾ അതിന് ഇഖ്ലാസും കുറയും, അതിന് ഫലവും കുറയും, അത് കച്ചവട മാർഗത്തിലേക്ക് മാറുകയും ചെയ്യും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ശരിയായ രൂപത്തിൽ ഇത് മനസ്സിലാക്കുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒരു ഉപകാരം എന്ന നിലക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുകയും വേണം. രോഗി സുഖം പ്രാപിച്ചാൽ ബന്ധപ്പെട്ടവർ ഗിഫ്റ്റായി വല്ലതും കൊടുത്താൽ അത് വാങ്ങാം, അതിന് യാതൊരു കുഴപ്പവുമില്ല. അത് അനുവദിക്കപ്പെട്ട കാര്യം തന്നെയാണ്. ഇതാണ് ഈ സംബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. പലപ്പോഴും പല ആളുകൾക്കും അബദ്ധം പടഞ്ഞു പോകുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഈ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച റസൂലുള്ളാഹിന്റെ സുന്നത്തിലുള്ളത് ഏതോ അതിനാണ് നാം മുൻഗണന കൊടുക്കേണ്ടത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലർക്കും മന്ത്രിച്ചിട്ടുണ്ട്, പക്ഷെ മന്ത്രിക്കാനായിട്ട് ഒഴിഞ്ഞിരിക്കുക അതുണ്ടായിട്ടില്ല. ഖലീഫമാരോ ഇമാമികളൊന്നും അങ്ങനെ മന്ത്രിക്കാനായിട്ട് മാത്രം ഒഴിഞ്ഞിരിക്കുന്നത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ നമുക്ക് മാതൃകയുണ്ട്. ലിമൻ ഖാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും ആഗ്രഹിക്കുന്നവർക്ക്, വദക്കറല്ലാഹ കസീറ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമവും ഉത്കൃഷ്ടവുമായ മാതൃകയുണ്ട്. ആ മാതൃകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പിൻപറ്റേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആളുകൾക്കനുസരിച്ച് ദീനിനെ വളച്ചൊടിക്കാനോ ദീനിൽ ഉള്ളതിനെ ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെക്കാനോ നമുക്ക് അനുവാദമില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറല്ലാഹ് അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ ശിർക്കിനെ കുറിച്ച് പലപ്പോഴും ആളുകൾക്ക് നല്ല ബോധമുണ്ട്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് നേർച്ച വഴിപാടുകൾ നടത്തുക, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക, അതുപോലെ അള്ളാഹു വിരോധിച്ച ശിർക്കൻ ഏലസുകൾ മന്ത്രങ്ങൾ ഉപയോഗിക്കുക, ഇതെല്ലാം ആളുകൾക്ക് ശ്രദ്ധ ഉണ്ടാവും. പക്ഷെ ചെറിയ ശിർക്കിനെ സംബന്ധിച്ച് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ശിർക്ക് ചെറുതും വലുതുമെല്ലാം നാം വിട്ടു നിൽക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്.
ഷിർക്കിന്റെ ചെറുതും വലുതുമായ എല്ലാ ഇനങ്ങളിലും രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക ശൈഅൻ അഅലമുഹു വഅസ്തഗ്ഫിറുക ലിമ്മാ ലാ അഅലം. അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു അറിഞ്ഞുകൊണ്ട് ഞാൻ വല്ലതും നിന്നിൽ പങ്കു ചേർക്കുന്നതിനെ സംബന്ധിച്ച്, അതുപോലെ അറിയാതെ വല്ല ശിർക്കും എന്നിൽ സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നു. ഇത് സഹാബികളെ പഠിപ്പിച്ചതാണ്. തൗഹീദിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടവരാണവർ. എന്നിട്ട് അവർ പോലും ശിർക്കിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ചെറുതും വലുതുമായ മുഴുവൻ ശിർക്കൊന്നും അള്ളാഹിനോട് രക്ഷ തേടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക ശൈഅൻ അഅലമു വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. മാത്രമല്ല, ചെറിയ ശിർക്കിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കൽ അസ്ഗർ. നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നതിൽ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം ചെറിയ ശിർക്കാണ്. വമ ശിർക്കുൽ അസ്ഗർ യാ റസൂലല്ലാഹ്. എന്താണ് ചെറിയ ശിർക്ക് റസൂലേ? അർറിയാ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാം. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ചെയ്യേണ്ട സൽക്കർമ്മം ആളുകളെ കാണിക്കാൻ വേണ്ടി, ആളുകളെ മുഖം മിനിക്കാൻ വേണ്ടി ചെയ്യാം. മനസ്സിലായില്ലേ? നിസ്കാരാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, സദഖയാകട്ടെ, എന്താകട്ടെ, അത് ആളുകളെ പ്രീതിപ്പെടുത്താനും ആളുകളെ മുഖം നോക്കി ചെയ്യുക അള്ളാഹുവിന്റെ വജ്ഹിന് പകരം. അതാണ് റിയാ. നമ്മുടെ നാട്ടിൽ പൊങ്ങച്ചം അല്ലെങ്കിൽ ലോകമാന്യം എന്നൊക്കെ മലയാളത്തിൽ പറയാറില്ലേ? അതൊക്കെ ഇതിലേക്ക് വരുന്ന സംഗതികളാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇത്തഖൂ ഹാദ ശിർക്ക്. മനുഷ്യരെ, ഈ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഫൈനഹു അഖ്ഫാ മിൻ ദബീബിൻ നംലി. അത് ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ ഏറ്റവും ഗോപ്യമായ രൂപത്തിൽ, അറിയാത്ത രൂപത്തിൽ നിങ്ങളിലേക്ക് കടന്നു വരും. ഫഖാല ലഹു മൻ ശാ അല്ലാഹു അൻ യഖൂൽ വകൈഫ നത്തഖീഹി വഹുവ അഖ്ഫാ മിൻ ദബീബിൻ നംലി. ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ അറിയാത്ത രൂപത്തിൽ ഗോപ്യമായ നിലക്കാണ് വരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് അതിനെ സൂക്ഷിക്കാൻ? അപ്പോഴാണ് റസൂലുള്ളാഹി ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തത്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലമു. അറിഞ്ഞുകൊണ്ട് വല്ല ശിർക്കും ചെയ്യുന്നതിലും ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു. അറിയാതെ വരുന്ന ശിർക്കിനെ സംബന്ധിച്ച് ഞങ്ങൾ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. അപ്പൊ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യൽ അത് സാധാരണ ആളുകൾ സംഭവിക്കുന്നതാണ്. ബദരീങ്ങളാണ് നേര്, മുത്തുനബിയാണ് നേര്. അത് യഥാർത്ഥത്തിൽ ചെറിയ ശിർക്കാണ്. മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ ശറക്. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവർ കാഫിറായി അല്ലെങ്കിൽ ശിർക്കിലകപ്പെട്ടു. അതുപോലെ ഏലസിനെ പറ്റി പറഞ്ഞെടുത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് മാഷാ അല്ലാഹു വശിഇത, നിങ്ങളും അള്ളാഹും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്താണ്? അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ അള്ളാഹുവിനോട് എന്നെ സമപ്പെടുത്തുകയാണോ എന്നാണ്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചെറിയ ശിർക്കിനെ കുറിച്ച്, ശിർക്കു സറായിർ അൽ ശിർക്കുൽ ഖഫി എന്നറിയപ്പെടുന്ന അത് മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ വലിയ ഫിത്നയായിട്ട് ഉമ്മത്തിന് റസൂൽ ഭയപ്പെട്ട കാര്യമാണ്. ഒരിക്കൽ റസൂൽ ചോദിക്കണ്ടായി, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്ഫഫു അലൈക്കും ഇൻദി മിനൽ മസീഹിദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിനേക്കാൾ ഏറെ നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അതേതാണ്? അശ്ശിർക്കുൽ ഖഫി, ഗോപ്യമായ രഹസ്യമായ ശിർക്ക്. അതെന്താ? അൻ യഖൂമ റജുലു ഫയുസല്ലി, ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുന്നു, ഫയുസയ്യിനു സലാത്തഹു ലിമാ യറാ മിൻ നദർ റജുലിൻ, മറ്റൊരാൾ തന്നെ നിസ്കാരം നോക്കുന്നുണ്ട് എന്ന നിലക്ക് അയാൾ നിസ്കാരത്തിന് കൂടുതൽ ഭംഗി കൂട്ടുന്നു. കണ്ടോ? അപ്പൊ ദജ്ജാലിന്റെ ഫിത്നയേക്കാളും വലിയ ഫിത്ന എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് സൽക്കർമ്മം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യാം. ഇന്ന് പൊതുവെ മതരംഗത്ത് നമുക്ക് കാണുന്നതാണ്. പത്രത്തിൽ പേര് വരാൻ വേണ്ടി, പത്രത്തിൽ ഫോട്ടോ വരാൻ വേണ്ടി, ആളുകളെ കാണിക്കാൻ വേണ്ടി, മറ്റേ സംഘടനക്കാരെ ഞെട്ടാൻ വേണ്ടി, ഇങ്ങനെയൊക്കെ ആയാൽ അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച സൽക്കർമ്മങ്ങൾ ദുന്യവിയായ ആളുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്താൽ അത് കുറ്റകരമായി തീരും. അതിന് അള്ളാഹുവിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും ഇഖ്ലാസ് നമ്മൾ കൈവിട്ടു പോകരുത്. അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം. അവന് വേണ്ടി മാത്രമായിട്ട് കർമ്മം ചെയ്യണം. ഭൗതികമായ മറ്റൊരു താല്പര്യങ്ങളും നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. അത് നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കണം. സൽക്കർമ്മം ചെയ്യുന്ന ആള് അതിന്റെ നിയ്യത്ത് പോയാൽ ആ സൽക്കർമ്മം ബാത്തിലായി പോകും. നാളെ പരലോകത്ത് അതിന് ഒരു കൂലിയും കിട്ടൂല. അതുകൊണ്ട് ശൈത്താൻ നമ്മളെ എപ്പോഴും നമ്മുടെ നിയ്യത്ത് ഫസാദാക്കാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സ്വയം തന്നെ നിയ്യത്ത് ശരിയാക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇന്നമൽ അമാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും നിയ്യത്തുകൾക്കനുസരിച്ചാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഏതൊരു മനുഷ്യനും അവൻ എന്ത് നിയ്യത്താക്കിയോ അതാണ് കിട്ടുക. ഭൗതികമായ എന്തെങ്കിലും കാര്യലാഭങ്ങൾ നിയ്യത്താക്കിയോ അത് കിട്ടും. നിങ്ങൾക്ക് പേര് കിട്ടണം, പ്രശസ്തി കിട്ടണം, ആളുകളെ നാക്കിലും വാക്കിലും നിങ്ങൾ ഉണ്ടാകണം എങ്കിൽ അത് കിട്ടും. പരലോകത്തൊക്കെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പരലോകത്താണ് നമുക്ക് അമലുകൾക്ക് പുണ്യം കിട്ടേണ്ടത്.
പ്രതിഫലം കിട്ടേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ നിയ്യത്ത് എപ്പോഴും നമ്മൾ പുനഃപരിശോധിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ നിയ്യത്തോടുകൂടി കഴിയുന്നത്ര സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. وصلى الله على نبينا محمد وعلى اله وصحبه وسلم.